ആരെങ്കിലും വാ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരാളുടെ വായിന്ന് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ മതി. അതിനെ പിടിച്ച് ആ പേര് പറഞ്ഞ് ആ മനുഷ്യനെ അങ്ങോട്ട് ഇല്ലാതെയാക്കുക. അത് ഒരു നല്ല പ്രവണതയായിട്ടൊന്നും തോന്നുന്നില്ല. പറഞ്ഞു വരുന്നത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന ഒരു പ്രയോഗവും അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സിനിമാ നടനാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മലയാള സിനിമയിലുള്ള ഒരാളാണ് വി.കെ. ശ്രീരാമൻ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് പുതിയ ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടാവുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വിവാഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇദ്ദേഹം വധുവിനും വരനും, അതായത് റോബിനും ആരതിക്കും ഒരു ആശംസ പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയാണ്. അതിങ്ങനെയാണ്: ഇന്ന് ഗുരുവായൂർ ഒരു കല്യാണത്തിന് പോയി. എന്റെ തീയത്തിയുടെ കസിന്റെ മോളാണ് കല്യാണ പെണ്ണ്. പൊടീസ് എന്ന പേരിലുള്ള വസ്ത്രാലങ്കാര അല്ലെങ്കിൽ അലങ്കാര വസ്ത്ര പ്രസ്ഥാനത്തിന്റെ പെരുന്തച്ഛനാണ് ആരതിപ്പൊടി. ബ്രാക്കറ്റിൽ പെരുന്തച്ഛന്റെ സ്ത്രീലിംഗം എന്താണെന്ന് നിശ്ചയമല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. എഴുത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പൊടീസ് ബ്യൂട്ടിക്കിന്റെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബൊട്ടീക്ക് എന്നായിരിക്കും. അദ്ദേഹം അതിനൊരു ശൈലിയിൽ എഴുതി പോയിരിക്കുന്നതാണ്. പൊടീസ് ബ്യൂട്ടിക്കിന്റെ പുത്യാപ്ല ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ബിഗ് ബോസുമാണ്. ഫാഷൻ ഡിസൈനിങ്ങും റിയാലിറ്റി ഷോയും നമുക്ക് കേട്ടുകേൾവിയല്ലാതെ കണ്ടു കാണിയല്ല. അതിനാൽ ആ മേഖലയിലേക്ക് നോം പ്രവേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ശൈലിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റാണത്. അപ്പോൾ ആ പോസ്റ്റിൽ ഈ തീയത്തി എന്ന പ്രയോഗമാണ് ഇപ്പോൾ ഒരുപാട് പേരെ പ്രവോക്ക് ചെയ്തിരിക്കുന്നത്. ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, തൻ്റെ ഭാര്യ തീയത്തിയെങ്കിൽ താൻ ആരാണ്, നിങ്ങളാരാണ്, ജാതി പറയുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് ഈ വിഷയത്തിൽ വിമർശനവുമായിട്ട് വന്നിരിക്കുന്നത്. ഒന്നാമത്, ഇവിടെ ആരാണ് ജാതി പറയാത്തവരുള്ളത്? പേരിനൊപ്പം ജാതി ചേർക്കുന്ന മനുഷ്യർ ഒരുപാട് നമ്മുടെ ചുറ്റിനും കാണാൻ പറ്റും. ഈ ജാതി എന്ന് പറയുന്നത് അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരാളെ മോശമാക്കാൻ ഒരാളുടെ ജാതി പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റാണ്. നിയമത്തിന് മുന്നിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ജാതി വ്യവസ്ഥ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് ഒരു വിപത്തായിട്ട് കാണേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ജാതി പറഞ്ഞ് ഒരാളെ അധിക്ഷേപിക്കുക എന്നതാണ് സംഭവമെങ്കിൽ അതിന് വേറൊരു മാനം തന്നെ കൈവരും. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയെ സൂചിപ്പിക്കുന്നത് എന്റെ തീയത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു പ്രയോഗം ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, പൊതുവെ മലബാർ ഭാഗങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്. ഭാര്യയെ തീയത്തി എന്നും ഭർത്താവിനെ തീയൻ എന്നും ഒക്കെ പറയാറുണ്ട്. അതൊക്കെ ഒരു ഭാഷാ പ്രയോഗമാണ്. അത് ഏതെങ്കിലും തരത്തിൽ പരിഹസിക്കാനോ കളിയാക്കാനോ ആയിട്ട് പറഞ്ഞതല്ല. ഞാൻ ഒരുപാട് ഈ മേഖലയിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇതൊരു സാധാരണ നാടൻ പ്രയോഗമാണെന്നാണ്. അതായത് തീയത്തി എന്നത് ഭാര്യയെ തന്നെ വിളിക്കുന്ന ഒരു സാധാരണ പ്രയോഗമാണ്. കണ്ണൂരിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നും പലരും പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം, അത് അദ്ദേഹത്തിന്റെ ഒരു ഭാഷാ ശൈലിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാതെ എവിടെയും ജാതി പറഞ്ഞ് അദ്ദേഹം അധിക്ഷേപിച്ചതായിട്ട് എവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു പബ്ലിക്കിൽ വന്നൊരു പോസ്റ്റ് ഇട്ട് അധിക്ഷേപിച്ചതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് വായിച്ചാൽ അദ്ദേഹം ഒരു ശൈലിയിൽ പറഞ്ഞു പോയതാണ്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നതല്ലേ. തീയരെന്ന് പറയുന്നതും നായരെന്ന് പറയുന്നതും ഈഴവരെന്ന് പറയുന്നതും ഒക്കെ ഇവിടെ ഉള്ളതല്ലേ. മാധ്യമങ്ങൾ പറയാറില്ലേ, ഇവരുടെയൊക്കെ സമുദായ നേതാക്കൾ പറയാറില്ലേ. അതുപോലെ തന്നെ ഈ സമുദായ നേതാക്കൾ ഒരു വലിയ പാർട്ടി പരിപാടി അല്ലെങ്കിൽ ഇവരുടെ യോഗങ്ങളൊക്കെ നടത്തുമ്പോൾ അവിടെ എഴുതി വെക്കുന്നത് ഈ ജാതി പേരല്ലേ. ജാതി പേരേ പറയാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും നിയമമുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഇവിടെ ഉള്ള ഫോമുകളൊക്കെ എടുത്ത് കളയണം. കാരണം ഏതൊരു ഫോം നമ്മൾ സർക്കാർ ഫോം ഫില്ല് ചെയ്യാൻ പോയാലും നമ്മുടെ ജാതി ചോദിക്കും, മതം ചോദിക്കും, നമ്മുടെ പ്രായം ചോദിക്കും. അതൊക്കെ അതിനകത്ത് കോളങ്ങളുണ്ട്. അവിടെയൊക്കെ ജാതി എന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. ഒരാൾ അയാളുടെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അയാൾ ഒരു ശൈലിയിൽ പറഞ്ഞു പോകുമ്പോൾ അതിൽ മാത്രം ജാതി കാണുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും വീഴുമ്പോൾ അതിന്റെ പേര് പിടിച്ചൊരു വിവാദം അങ്ങ് ഉണ്ടാക്കണം. എപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ മണ്ടയിൽ കയറണം, ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കുറ്റം പറയണം. നല്ലതൊന്നും പറയാൻ കിട്ടിയില്ലെങ്കിലും കുറ്റം പറയണം. ഇവിടെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ ജാതിയോ മതമോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റ് വായിച്ചപ്പോൾ എനിക്കതൊരു സ്വാഭാവിക ഒരു ശൈലിയായിട്ടാണ് തോന്നിയത്. പിന്നീട് അന്വേഷിച്ചപ്പോഴും മലബാറൊക്കെ ഇത്തരത്തിലുള്ള ശൈലികൾ ഉപയോഗിക്കാറുണ്ട് എന്ന് തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഏതൊരു നായരെന്നും നമ്പൂതിരി എന്നും ഈഴവരെന്നും പറയുന്നത് പോലെ ഒരു ജാതി മാത്രമാണ് തീയരെന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ ആ ജാതിപ്പെട്ട ആൾക്കാരെയോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോ ആ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതാണെങ്കിൽ ശരിയാണ്, നമുക്ക് മനസ്സിലാക്കാം. അതൊരു സാധാരണ പ്രയോഗമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.